നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം മന്തിയാണ്. നമുക്കറിയാം, പലപ്പോഴും പലയിടങ്ങളിലും കുഴിമന്തി കടകൾ അത് വളരെ വലിയ രീതിയിൽ വിജയമായി മാറുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുമുണ്ട്. പക്ഷേ മലയാളികളുടെ ആ ശീലം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ അതിരു കടക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് മറഞ്ഞു നിൽക്കുന്ന വലിയ കുഴികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതായത് കേരളത്തിൽ തന്നെ മന്തി കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കത്രികക്കടയിലെ അൽ ഡ്രീം കുഴിമന്തി റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നാണ് വിവരം. ഈ മാസം 10, 11 തീയതികളിൽ റെസ്റ്റോറന്റിൽ നിന്ന് കുഴിമന്തി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച 50ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധ എന്നുള്ള ലക്ഷണങ്ങളോടുകൂടെ ചികിത്സ തേടിയത്. പക്ഷേ ഇതിൽ 3ഓളം പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വയറുവേദന, ഛർദി, വയറിളക്കം, പനി തുടങ്ങിയിട്ടുള്ള അസ്വസ്ഥതകളെ തുടർന്ന് നിരവധി പേർ വിവിധ ആശുപത്രികളായിട്ട് നിലവിൽ ചികിത്സ തേടി എന്നാണ് വിവരം. ആദ്യഘട്ടത്തിൽ പരിശോധിച്ച 15 സാമ്പിളുകളിൽ നിന്ന് 3 പേർക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പൊന്നുരുണ്ണി, നെട്ടൂർ, മലയിടം തുരുത്ത് സ്വദേശികളായിട്ടുള്ള 3 പേരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീകേഷ് അറിയിച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെസ്റ്റോറന്റിന് അടിയന്തര പരിശോധന നടത്തിയിരിക്കുകയാണ്. പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടലിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തെന്നാണ് വിവരം. ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകൾ കൂടുതൽ പരിശോധിക്കാനായി ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം പുണിത്തുറ സ്വദേശിയുടെ പരാതിയിൽ നോർത്ത് പോലീസ് റെസ്റ്റോറന്റിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോർപ്പറേഷൻ വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാകാം അണുബാധ ഉണ്ടായതെന്നാണ് ഹോട്ടൽ അധികൃതരുടെ വിശദീകരണം. എന്നാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും രോഗബാധയുടെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും അറിയിക്കുന്നത്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ഒരു ആശങ്കയിലേക്കാണ് ഇത്തരം വാർത്തകൾ എത്തിക്കുന്നത്. നിലവിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ എന്താണ് ഷിഗല്ല അണുബാധ എന്നുകൂടെ അറിഞ്ഞിരിക്കാം. ഷിഗല്ല അണുബാധ അല്ലെങ്കിൽ ഷിഗല്ലോസിസ് എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയെ, പ്രത്യേകിച്ച് കുടലുകളെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണ്. ഷിഗല്ല എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ബാക്ടീരിയയാണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. പരിസ്ഥിതിയിലെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് വയറിളക്കത്തിന് കാരണമായേക്കും. ഇത് വളരെ പകർച്ചവ്യാധിക്ക് സാധ്യതയുള്ള ഒരു രോഗമാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന ഒരു രോഗം കൂടെയാണ്. അണുബാധയുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടായേക്കാം, പക്ഷേ 2 കൂട്ടർക്കും ഇത് സംഭവിക്കാം. മിതമായ ഷിഗല്ലോസിസിന് വൈദ്യ ചികിത്സ പോലും ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ മാറാത്ത കഠിനമായ വയറിളക്കം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് നിർബന്ധമാണ്. അണുബാധയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയ ബാധിച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുക. അതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇവയാണ്: മലത്തിൽ രക്തം, അതിസാരം, കഠിനമായ വയറുവേദന അല്ലെങ്കിൽ മലബന്ധം, പനി അല്ലെങ്കിൽ തണുപ്പ്, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ശരീരഭാരം കുറയ്ക്കൽ അല്ലെങ്കിൽ നിർജ്ജലീകരണം. അണുബാധയുണ്ടായതിനു ശേഷം ഒരാഴ്ചത്തോളം രോഗലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. ചില ആളുകൾക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണാൻ ഉണ്ടാകില്ല, പക്ഷേ അവരുടെ മലം ഇപ്പോഴും അണുബാധ വഹിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ള അവസ്ഥയിലായിരിക്കും. ഷിഗല്ല അണുബാധയുടെ കാരണങ്ങൾ എന്താണ് എന്നത് നോക്കാം. ഷിഗല്ല അണുബാധ വളരെ പകർച്ചവ്യാധി കൂടിയ ഒരു രോഗമാണ്. രോഗബാധിതയായിട്ടുള്ള വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുക എന്നതാണ് അണുബാധ പകരാനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു മാർഗം. ഉദാഹരണത്തിന്, ഇത്തരം രോഗമുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിന് ശേഷം കൈ കഴുകിയില്ല എങ്കിൽ ഈ അസുഖം പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട്. മലിനമായ ഭക്ഷണം കഴിക്കുന്നത് മറ്റൊരു മാർഗമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഈ അണുബാധ പകരാനുള്ള ഒരു കാരണമാണ്. ഷിഗല്ല ബാക്ടീരിയ ബാധിച്ചവർ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും അണുബാധയ്ക്ക് കാരണമാകും. മലിനജലം കലർന്നാൽ ഭക്ഷണത്തിൽ ഷിഗല്ല ബാക്ടീരിയയും അടങ്ങിയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. മലിനമായ വെള്ളം കുടിക്കരുത്. ഷിഗല്ല ബാക്ടീരിയ അടങ്ങിയ നീന്തൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതും അണുബാധ പടർത്താൻ കാരണമാകും. ഈ ഒരു രോഗം വന്നാൽ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ അതിഗുരുതരമായിട്ടുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിന് നിങ്ങളുടെ ഡോക്ടർ ചില പരിശോധനകൾ നടത്തിയേക്കും. അണുബാധയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ഷിഗല്ല അണുബാധയ്ക്ക് ചികിത്സാ ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. ഷിഗല്ലയുടെ സാധാരണ സങ്കീർണത നിർജ്ജലീകരണം സാധാരണ സങ്കീർണത എന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ്. നിർജ്ജലീകരണത്തെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക എന്നുള്ളത്. ഇലക്ട്രോലൈറ്റ് ലായനികൾ കുടിക്കാനും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ ഉപദേശിച്ചേക്കാം. മറ്റ് ചികിത്സാ ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഒന്ന് മരുന്നാണ്. അതുപോലെ തന്നെ
ദ്രാവകവും ഇലക്ട്രോലൈറ്റും മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ ഒരുപാട് മാർഗങ്ങൾ ഇതിനുണ്ട്. എന്തായാലും ഷിഗല്ല എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമല്ല. അത് നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചുറ്റുപാട്, അതിനെയൊക്കെ സംബന്ധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. മന്തി പോലുള്ള ഭക്ഷണങ്ങളും നമ്മൾ ഏത് കടയിൽ നിന്ന് എന്ത് ഭക്ഷണം കഴിച്ചാലും അത് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ പലപ്പോഴും ജലാശയങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ പോലുമുണ്ട്. കാരണം ഒഴുക്കില്ലാത്ത ഇടങ്ങളിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഒഴുകി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നു. ആ എത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം പൊതുവെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം കഴിവതും പുറത്തു നിന്നുള്ള ഭക്ഷണ രീതി മാറ്റുക. അല്ല എങ്കിൽ ഉറപ്പുവരുത്തുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കഴിക്കുക.